الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق على فترة من الرسل وقلة من العلم وضلال من الناس. أدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. വളരെ ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളെ, മുട്ടം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികളും അതിന്റെ ഗുണകാംക്ഷികളും ഈ പരിസര പ്രദേശത്തു നിന്നൊക്കെ ഈ ഹ്യൂമിഡിറ്റിയുള്ള രാത്രിയിൽ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന എന്റെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു ഈ ഇരുത്തം നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുമ്പെന്ന ഒരു ഡിജിറ്റൽ ക്ലാസിന്റെ ഉദ്ഘാടനത്തിന് വന്നത് ഓർമ്മ വന്നു. അന്നൊരു മയ്യത്ത് അവിടെ വന്നിരുന്നല്ലേ. അള്ളാഹു അവർക്കും അതുപോലെ നമ്മുടെ പള്ളിയുടെ ചുറ്റുവട്ടത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന, അതിനുശേഷം മരിച്ചവർ, അതിനു മുമ്പ് മരിച്ചുപോയവർ എല്ലാവരുടെയും ഖബറിടം അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ പള്ളിയുടെ ഭാഗത്ത് നിശബ്ദമായ ഒരാൾക്കൂട്ടം വേറെയും നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് മജ്ലിസിനെ മനസ്സിലാക്കുന്നത്. ഇത് ശബ്ദിക്കുന്ന ആൾക്കൂട്ടമാണ്. നിശബ്ദമായി നിൽക്കുന്ന ഒരാൾക്കൂട്ടം മരിച്ചുപോയ ആളുകളുടെ ആ ഒരു ഖബർസ്ഥാൻ. ഒരുപാട് ആളുകൾ അവിടെ കിടക്കില്ലേ. നമുക്ക് ഭൂമിയുടെ മുകളിൽ ചൂടത്തിട്ട് നിൽക്കാൻ വയ്യ. ഖബറിലും കൂടെ അടച്ചു വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഫാൻ ഇട്ടിട്ട് ഓപ്പൺ എയറിൽ നിൽക്കാൻ വയ്യ. ഖബർ എന്ന് പറയുന്നത് ഇമ്മാ റൗദത്തും മിൻ റിയാദിൽ ജന്ന വ ഇമ്മാ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ. ഒന്നുകിൽ സ്വർഗപ്പൂങ്കാവനമാണ്, അല്ലെങ്കിൽ നരകത്തിന്റെ കഷ്ണമാണെന്നാണ്. അള്ളാഹു അത് സ്വർഗത്തോപ്പാക്കി നമുക്ക് മാറ്റിത്തരട്ടെ. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അയൽവാസികൾ തീരാത്ത കടപ്പാടുകൾ എന്നൊരു ശീർഷകമാണ്.
അപ്പൊ കുറെ നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അയൽപക്ക ബന്ധം എന്നത് അത്രയും വലിയ ഒരു ബന്ധമാണ് എന്ന് നമുക്ക് തിരിച്ചറിയണം. ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ അവര് പറയാണ്, ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ, അന്നൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൂടെ താമസിക്കുന്ന ഒരു രാത്രിയാണ്. അവിടുത്തെ ഭാര്യമാർക്ക് നബി തങ്ങൾ അവിടുത്തെ ജീവിതം ദിവസങ്ങൾ ഓഹരി വെച്ചു കൊടുത്തിരുന്നു. അപ്പൊ എന്റെ രാത്രിയാണെന്ന് തങ്ങൾ എന്റെ വീട്ടിലാണ് താമസിക്കുക. തങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ മാവൊക്കെ കുഴച്ച് തങ്ങൾക്ക് നല്ല അപ്പമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. അങ്ങനെ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ച് ഒരാൾ വീട്ടിലേക്ക് വന്നു. അപ്പൊ തങ്ങൾ അയാളുടെ വിഷയം സംസാരിച്ചു കഴിഞ്ഞിട്ട് തങ്ങൾ പള്ളിയിൽ നിന്ന് റൂമിലേക്ക് കയറാം. റൂം എന്നത് അവരുടെ വീട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടാണ്. നബി തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന മദീന കണ്ടിട്ടില്ലേ? തങ്ങളുടെ റൗള ശരീഫ് ഇപ്പൊ കിടക്കുന്നത് ആയിഷ ബീവിയുടെ റൂമാണ്. ഹുജ്റത്തു ആയിഷത്തു സിദ്ദീഖ, ആയിഷ ബീവിയുടെ റൂമാണത്. അതിന്റെ പരിസരത്തുള്ള റൂമുകളൊക്കെ ചേർത്തപ്പോഴാണ് ഇന്നത്തെ കാണുന്ന വലുപ്പമുള്ളത്. അല്ലെങ്കിൽ ചെറിയ ഒരാൾക്ക് രണ്ടാൾക്ക് കിടക്കാനുള്ള സ്ഥലേ ആ റൂമിനുണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. തങ്ങൾ വരുന്നതും കാത്ത് ഞാനങ്ങനെ നിൽപ്പായി. അയാളാണെങ്കിലോ വർത്തമാനം നിർത്തുന്നില്ല. ഞാനങ്ങനെ കാത്തിരുന്നു, ഈ അപ്പവും വെച്ച് നബിയെ കാത്തിരിക്കുക. തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ വകാന ഇദാ അറാദ അൻ യനാമ, നബി തങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അഗ്ലഖൽ ബാബ്, തങ്ങൾ വാതിലടക്കും. വഔകഅൽ ഖിർബ വഅക്ഫഅൽ ഖിദ്ഹ വഅത്ഫഅൽ മിസ്ബാഹ്, തങ്ങള് കുടിക്കുന്ന വെള്ളപ്പാത്രമുണ്ട്, ആ പാത്രത്തിന്റെ അഗ്രഭാഗം കെട്ടിപ്പൂട്ടി വെക്കും, പാത്രങ്ങൾ അടച്ചുവെക്കും, വിളക്കണക്കും. അങ്ങനെ നബി തങ്ങൾ റൂമിലേക്ക് ഉറങ്ങാൻ ഉദ്ദേശിച്ച് വരുമ്പോ റൂമിൽ പിന്നെ അങ്ങനെയാണ് ചെയ്യുക. തങ്ങളെ ഞാൻ കാത്തിരുന്നു. അല്ലാഹുവിന്റെ റസൂല് വന്നിട്ട് വേണം, എന്റെ വീട്ടിലേക്ക് വന്നതല്ലേ, നല്ലൊരു ഭക്ഷണം ഹബീബിന് കൊടുക്കണം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കാത്തിരിപ്പാൻ. അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഒരാട് എന്റെ റൂമിലേക്ക് ഇങ്ങോട്ട് കയറി വന്നു. വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അയൽപക്കത്തെ വീട്ടിലെ ഒരാട് എന്റെ റൂമിലേക്ക് കയറി വന്നു എന്ന് മാത്രമല്ല, ഫദഖലത്, എന്റെ റൂമിലേക്ക് വരികയും സുമ്മ അമിദത് ഇലൽ ഖുറസ്, നിബിതങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ച അപ്പം അതെടുക്കുകയും സുമ്മ അദ്ബറത് ബിഹി, ആ അപ്പം എടുത്ത് ആ ആട് പുറത്തേക്ക് ഓടി നടക്കുകയുമായി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നു. ഇപ്പോ അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കാൻ വെച്ച അപ്പം, നബി തങ്ങൾക്ക് കൊടുക്കാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഒരാട് കൊണ്ടുപോയപ്പോ വഖലഖതു, എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. റബ്ബേ, ഇനി എങ്ങനെയാ റബ്ബേ നബി തങ്ങൾക്ക് ഞാനത് കൊടുക്കുക? ഇന്നത്തെ പോലെ അല്ലല്ലോ, എന്നാ പിന്നെ കുറച്ചുകൂടെ മാവെടുത്ത് ഉണ്ടാക്കാം. അങ്ങനെ മാവ് ഉണ്ടാവില്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ കുറച്ച് കിട്ടുന്നത്. വല്ലാതെ ഞാൻ വിഷമിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൂമിലുണ്ട്. ഫബാദർതുഹാ ഇലൽ ബാബി, അപ്പം കടിച്ചുകൊണ്ടുപോകുന്ന ആടിന്റെ പിന്നാലെ ഞാൻ ഓടുകയും ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞു, ഖുദീ മാ അദ്റക്തി മിൻ ഖുറസിക് വലാ തുദീ ജാറകി ഫീ ശാസിഹി. ആയിഷ, ആ ആട് കൊണ്ടുപോകുന്ന അപ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ എടുത്തോളൂ. ആ ആടിനെ നിങ്ങൾ പിടിച്ചുവെച്ച് അയൽവാസിയുടെ ആട് കടിച്ചു കൊണ്ടുപോയ വിഷയത്തിൽ അയൽവാസിയുടെ ആടിനെ ഉപദ്രവിക്കരുത്. കിട്ടുന്നത് വാങ്ങിച്ചോളൂ, അല്ലാത്തത് ആട് കൊണ്ടുപോയിക്കോട്ടെ. വലാ തുദീ ജാറകി, നിങ്ങളുടെ അയൽവാസിയെ വേദനിപ്പിക്കരുത്. ഫീ ശാസിഹി, അയാളുടെ ആടിന്റെ വിഷയത്തിൽ അയാളെ വേദനിപ്പിക്കരുത്. പോയിക്കോട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുന്നാണ് നമ്മൾ ഈ വിഷയം ആരംഭിക്കുന്നത്. എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു ഭക്ഷണം അയൽവാസിയുടെ ആട് കടിച്ചു കൊണ്ടുപോകുമ്പോഴേ ആടിനെ വിഷമിപ്പിക്കേണ്ട, അയൽവാസിയുടേതല്ലേ, കിട്ടുന്ന അപ്പൊക്കെ മതി, ബാക്കിയത് കൊണ്ടുപോയിക്കോട്ടെ, നമുക്കിന്ന് പട്ടിണി കിടന്നാലും സാരമില്ല. ആ ആടിനെ പിടിച്ചു പറിക്കുമ്പോ അയൽവാസിത് കാണുമ്പോ അയാൾക്ക് വിഷമുണ്ടാവില്ലേ? നമ്മളെന്താ പറയാ, അയൽവാസികളെ കെട്ടിട്ടൂടെ ആടിനെ? അയൽവാസി കെട്ടിട്ടാ പോരായിരുന്നോ? അങ്ങനെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.